ഒരാളെ പോലെ അനുകരിച്ച് നടക്കാൻ വേണ്ടിയിട്ട് നന്ദനയ്ക്ക് കൊടുത്ത ടാസ്ക് നന്ദന ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു കേട്ടോ. നന്ദനയുടെ ക്രെഡിറ്റ് മാത്രമല്ല, ആദ്യമേ അർജുൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ അർജുൻ ചെയ്യണ പോലെ എല്ലാം നന്ദനയ്ക്ക് ചെയ്യണമായിരുന്നു. അർജുൻ എനിക്ക് ഓടി പോകണം, എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞ് ഓടുന്നു അങ്ങോട്ട് ഓടുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പോയിട്ട് സായിക്ക് ഉമ്മ കൊടുക്കണം, അപ്പം നന്ദനയ്ക്ക് ഉമ്മ കൊടുക്കേണ്ട വരില്ലേ. അങ്ങനത്തെ രസകരമായിട്ട്, അപ്പോൾ സായിക്ക് ഉമ്മ കിട്ടിയപ്പോൾ സായിയുടെ ഫേസ് ആട്ടോ അത്. അങ്ങനത്തെ രസകരമായിട്ടുള്ള ടാസ്ക് ആയിരുന്നു. മറ്റുള്ളൊരു കാരണം കൂടിയാണ് നന്ദന അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തത്. പിന്നെ സിജു ആണെങ്കിൽ ഡ്രസ്സ് ഊരിയിട്ട് ഡമ്പലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, പുഷപ്പൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നന്ദനയ്ക്ക് പറ്റുന്ന രീതിയിൽ നന്ദന ഡ്രസ്സൊന്നും ഊരിയില്ലെങ്കിൽ മറ്റേ പുഷപ്പൊക്കെ എടുത്ത് ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കിയിട്ടോ. അഭിഷേകും തലയും കുത്തി മറന്നതൊക്കെ ചെയ്തു. പിന്നെ ഇത് നോറയുടെ പാർട്ട്ണറിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നുണ്ട്, പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു, വാപ്പയ്ക്കും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ പൊസിഷന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആയിരുന്നു കേട്ടോ. ആ ടാസ്കിൽ 1ാം സ്ഥാനം വേണമെന്നും പറഞ്ഞിട്ട് നന്ദനയും ജിൻഡോയും കൂടെയാണ് ആദ്യം അടി തുടങ്ങിയത്. നന്ദന അതിൽ പറഞ്ഞ കാര്യം, എനിക്ക് ഒരുപാട് കടമുണ്ട്, എനിക്ക് വീടില്ല, അപ്പോൾ എനിക്ക് 1ാം സ്ഥാനം വേണമെന്നാണ്. അതിലൊട്ടും ലോജിക്ക് തോന്നിയില്ല. പക്ഷേ ജിൻഡോ 1ാം സ്ഥാനം വേണമെന്ന് പറഞ്ഞപ്പം സിജു ആണെങ്കിൽ നിങ്ങൾക്ക് 1ാം സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഷോയ്ക്ക് നിലവാരം ഇല്ലാതായി പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജാസ്മിനും ഇതേപോലെ പറയുന്നുണ്ടായിരുന്നു, അയ്യോ ജിൻഡോയ്ക്ക് ഞാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഷോയിലുള്ള ട്രസ്റ്റ് പോകുമെന്നും പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നണില്ല ജാസ്മിനെ കിട്ടുവാണെങ്കിലാണ് ട്രസ്റ്റ് പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ജാസ്മിനേക്കാളും ബെറ്റർ എന്താണെങ്കിലും ജിൻഡോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ബാഡ് വേർഡ്സ് ജിൻഡോ മാത്രമല്ല, ജാസ്മിൻ എന്തോരം ഉപയോഗിച്ചിട്ടുണ്ട്, എന്തോരം മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ശരിയാ, സിജോ ബാഡ് വേർഡ്സ് ഒന്നും ഉപയോഗിക്കാറില്ല, അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നത് ജിൻഡോ മാത്രമാണെന്നുള്ളതിൽ എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ അവിടെ തർക്കം നിൽക്കുമ്പോഴാണ് നമ്മുടെ 5ഉം 6ഉം പൊസിഷന് വേണ്ടിയിട്ട് ശ്രീതുവും സായും കൂടെ ഇത് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അതിൽ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, സായി പറഞ്ഞ പോയിന്റ്, സായിക്ക് ഒരുപാട് ഇപ്പോൾ സീക്രട്ട് ഏജൻ്റ് ആയിട്ടല്ല, സായി കൃഷ്ണയായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഒരുപാട് ഫിസിക്കലി പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും ഞാൻ 6ാമത്തേന് യോജിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീതുവും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സായിനേക്കാളും കളിച്ചത് ശ്രീതു തന്നെയാണ്. പിന്നെ 5ാം സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടുള്ള മത്സരമായിരുന്നു. ഋഷിയും നമ്മുടെ ജാസ്മിനുമാണ് പറഞ്ഞത്. ഇപ്പോൾ ഋഷി പറയുന്നുണ്ട്, ഞാൻ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ടാസ്ക് കളിച്ചിട്ടുണ്ട്, പക്ഷേ വാക്ചാതുര്യം എനിക്കില്ല, സമ്മതിക്കാം, അത് ജാസ്മിൻ തന്നെയാണ്. പക്ഷേ ഞാൻ യോഗ്യനാണെന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, പവർ റൂം, ക്യാപ്റ്റൻസി, ജയിലെന്ന്. അപ്പോൾ അത് കോമഡി ആയിപ്പോയി. സിജോ എന്നെ കൗണ്ടർ ചെയ്യുന്നുണ്ട്, ജയിൽ എക്സ്പ്ലോർ ചെയ്തു എന്ന് പറയുന്നത് നേട്ടമല്ല, അതൊരു എന്താ പറയുക നഷ്ടമാണ് ഒരാളുടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ സിജോ നല്ല പോലെ ജാസ്മിന് മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം സിജോ നേരത്തെ ജാസ്മിനോട് പറഞ്ഞിരുന്നു, അതായത് ഗബ്രി ആയിട്ട് ഗെയിം കളിക്കുന്ന നിങ്ങളുടെ വീട്ടുകാർ സഹിക്കില്ലെന്ന്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടുകാരെ എനിക്കാണോ നിനക്കാണോ കൂടുതൽ അറിയാമെന്ന് വെച്ചാൽ തർക്കിച്ചാണ്. അപ്പോൾ ഇപ്പോൾ സിജോ പറഞ്ഞ പോലെ തന്നെ നടന്നില്ലേ എന്നാണ് സിജോ ചോദിക്കുന്നത്. അതിപ്പോൾ ജാസ്മിൻ ഒന്ന് ജസ്റ്റ് ഫാമിലി ഇടരുത് എന്നൊക്കെ പറയാനൊക്കെ നോക്കി. പക്ഷേ സിജോയുടെ ആ വാക്ചാരത്തിന് മുമ്പിൽ ജാസ്മിൻ പിടിച്ചിരിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം 5ാം സ്ഥാനത്തിന് യോഗ്യത എന്ന് പറഞ്ഞിട്ട് ഋഷിക്ക് കൊടുത്തു. കാരണം മെജോറിറ്റി ഋഷിക്ക് കൊടുക്കാനായിരുന്നു, ജാസ്മിന് കിട്ടിയില്ല. പക്ഷേ ഋഷിനേക്കാളും ബെറ്റർ ജാസ്മിനായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. 4th പൊസിഷന് വേണ്ടിയിട്ട് റസ്മിനായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റസ്മിന് യെല്ലോ കാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനെ കൗണ്ടർ ചെയ്തു അർജുൻ. പിന്നെ അടി കൊടുത്ത ഒരു വ്യക്തി, ഫിസിക്കൽ അസാൾട്ട് നടത്തിയ ഒരു വ്യക്തിക്ക് യോഗ്യത ഇല്ലാന്ന് സിജോയും പറഞ്ഞുകൊണ്ട് റസ്മിന് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ശ്രീതുവാണ് നിന്നത്. 3ാം പൊസിഷന് വേണ്ടിയിട്ട് അർജുൻ സംസാരിച്ചു. അർജുൻ പറഞ്ഞു, ഞാൻ എല്ലാ വള്ളി കയറി പിടിക്കാറില്ല, വാക്ചാതുര്യം എനിക്ക് കുറവാണെങ്കിലും ഞാൻ കലബല സംസാരിക്കാറില്ല. കലബല സംസാരിച്ചു കൊടുത്തും പുറത്തു പോയിന്ന്. സത്യത്തിൽ ആ ലൈവ് കണ്ടവർക്ക് അറിയാം, ജാസ്മിൻ അങ്ങ് ദേഷ്യം വന്നു. ആ കലബല സംസാരിച്ചത് ഗബ്രീനെ ഉദ്ദേശിച്ചിട്ടാണ് ജാസ്മിൻ അങ്ങ് മനസ്സിലാക്കിയിട്ട് ജാസ്മിൻ പുറത്തു പോയ ഒരാളുടെ പേര് പറഞ്ഞു. അതിന് പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണ്ടായിരുന്നു. പുറത്തു പോയ ഒരാളുടെ പേര് കേട്ടപ്പോൾ തന്നെ പിന്നെ ജാസ്മിൻ ഒതുങ്ങി. അങ്ങനെ 3ാം സ്ഥാനം അർജുന് കിട്ടി. അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ 1ാം സ്ഥാനത്ത് അഭിഷേക്, 2ാം സ്ഥാനത്ത് ജിൻഡോ, 3ാം സ്ഥാനത്ത് അർജുൻ, 4ാം സ്ഥാനത്ത് ശ്രീതു, 5ാം സ്ഥാനത്ത് മുടിയൻ, 6ാം സ്ഥാനത്ത് സായി, 7ാം സ്ഥാനത്ത് അൻസിബ, 8ാം സ്ഥാനത്ത് റസ്മിൻ, 9 നോറ, 10 ജാസ്മിൻ, 11 സിജോ, 12 അപ്സര, 13 നന്ദന കേട്ടോ. അപ്പം ഇപ്പോഴാണ് ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോഴത്തേക്ക് പേടിച്ച് പോയി അഭിഷേക് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 1ാം സ്ഥാനത്ത് എത്തിയ അഭിഷേകാണ് ഇനി 11ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞപ്പോൾ അഭിഷേകിൻ്റെ സന്തോഷം ഒന്ന് കാണണ്ടായിരുന്നു കേട്ടോ. പിന്നെ നന്ദനയുടെ പണപ്പെട്ടി കൊടുക്കണമെന്ന് നന്ദന പണപ്പെട്ടി വരുന്ന ടാസ്കിൽ എടുക്കുന്നു. സിജോ എടുത്തിട്ടു ടാസ്കിൽ പറഞ്ഞിട്ട് നന്ദന പിന്നെ ആരോടും മിണ്ടാതെയും സായിയോടും ഒക്കെ മിണ്ടാതെ മാറി പിണയും കിടക്കുമായിരുന്നു. അപ്പോൾ സായിയൊക്കെ വന്നിട്ട് ഇങ്ങനെ മിണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദന പിന്നെ അഭിഷേകിനോട് പറയുന്നുണ്ട്, ഞാൻ ആരെയും വിശ്വസിക്കില്ല, ഞാനിനി പഴയ പോലെ ആരോടും മിണ്ടില്ല, നന്ദന ഇവിടുത്തെ ഒരു മത്സരാർത്ഥി മാത്രമാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് സായിക്ക് ശരിക്കും ഒരു പെങ്ങൾ എന്നൊരു സ്നേഹം തന്നെയാണ് നന്ദനയോടുള്ളത്. അപ്പം സിജോ ആണെങ്കിൽ നന്ദൂട്ടനൊരു ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ആ ടാസ്കിൽ എടുത്തിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അഭിഷേകിനോട് പോയിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നീ ഫസ്റ്റ് നിൽക്കാൻ ഇപ്പോൾ യോഗ്യതയുള്ളൊരു വ്യക്തിയല്ല എന്ന്. ജാസ്മിൻ അത് ചോദിച്ചു വാങ്ങിയതാണ് തിരിച്ചുള്ള മറുപടി. അഭിഷേക് പറഞ്ഞു, നിന്റെ ഇവിടെ എല്ലാം നടന്നെല്ലാം തെറ്റാണ്, അപ്പോൾ നീ പറയണ ഞാൻ വിലക്കെടുക്കേണ്ട ഒരു കാര്യമില്ല എന്ന് തിരിച്ചു പറഞ്ഞു.
ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അഭിഷേക് ഫസ്റ്റ് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് പറയണത് ക്യാപ്റ്റൻസി കൊടുക്കുന്നു എന്നൊരു രീതിക്ക് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിഷേകിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത പോലെ തോന്നി. പിന്നെ ജിൻഡോൻ്റെ കാണിക്കുന്നത് വളരെ കുറവാണ്. മിക്കവാറും ജിൻഡോനെ തട്ടാൻ മീൻസ് ഫസ്റ്റ് കൊടുക്കാൻ ബിഗ് ബോസിന് ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ജാസ്മിനും ഒക്കെ സിജോയൊക്കെ പറഞ്ഞ പോലെ ബിഗ് ബോസിന് ജിൻഡോ കിട്ടിയിട്ടുണ്ടെങ്കിൽ കപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോയ്ക്ക് ഒരു വാല്യൂ ഇല്ലാതാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഒരു ഈസ്റ്റേണിൻ്റെ ഒരു ടാസ്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് കുഴപ്പമില്ലാത്തൊരു എപ്പിസോഡ്, അത്രേ ഉള്ളൂ. വലിയ മാസമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം നാളത്തെ കാര്യം അറിയാലോ. ഇന്ന് ഷൂട്ട് കഴിഞ്ഞു, റസ്മിൻ ഔട്ടായിട്ടുണ്ട്. നാളെ ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പ്രമോ വന്ന് കാണും. അപ്പം രഞ്ജിനി ഹരിദാസ് വരുന്നുണ്ട് ഇത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനത്തെ വീഡിയോസ്, ബിഗ് ബോസിനെ കുറിച്ചുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.